ഇറാനിൽ മിതവാദികളും തീവ്രവാദികളും ഉണ്ടെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇവിടെ ഒറ്റവാദികൾ മാത്രമേ ഉള്ളൂ, അത് വിപ്ലവകാരികളാണ് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. ഇപ്പോഴത്തെ ചർച്ചാ സംബന്ധമായ കാര്യത്തിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കാനുള്ള പ്രധാനമായ കാര്യം ട്രംപ് സോഷ്യൽ ട്രൂത്തിലൂടെ പറഞ്ഞത്, രാജ്യത്തിൽ ഭരണ സംവിധാനം രണ്ട് തരത്തിലാണ് നീങ്ങുന്നത്. അതിൽ തീവ്ര ചിന്താഗതിക്കാരും മിതവാദികളുമായിട്ടുള്ളവരുണ്ട്. അവർക്കൊരു യോജിപ്പിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ തന്നോട് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ രാജ്യവും ജനങ്ങളും ഭരണ സംവിധാനവും അതോടൊപ്പം തന്നെ സൈനികരും ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുകയാണ്. ഇവിടെ രണ്ട് വിഭാഗമായിട്ടല്ല, ഒറ്റ വിഭാഗം, അതായത് വിപ്ലവകാരികളുടെ മണ്ണാണ് ഇറാൻ എന്നുള്ളതും ഇതിനെയാണ് നിങ്ങൾ നേരിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇറാൻ്റെത് പഠിക്കാത്തതിൻ്റെ ഒരു മണ്ടത്തരമാണ് ഇപ്പോൾ ട്രംപ് കാട്ടിക്കൂട്ടിയത്. ഇന്ന് ലോകത്തുള്ള സാമ്പത്തിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും ട്രംപാണ് ഉത്തരവാദി. അമേരിക്കയാണ് ഇത് അനാവശ്യമായ ഒരു യുദ്ധം നിർമ്മിച്ചത്. ആ നിർമ്മിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ലോകം അനുഭവിക്കുന്നത്. തങ്ങൾ നിരപരാധികളാണ്, തങ്ങൾ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല, ആക്രമിച്ച വിഭാഗത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ്റെ എക്സിലെ പോസ്റ്റ്. അത് തുടർന്നിങ്ങനെ പറയുന്നു, പരമോന്നത നേതാവിനെ അനുസരിച്ചുകൊണ്ട് ശത്രുക്കളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഒരു നേതാവ്, ഒരു രാജ്യം, ഒരു ദൈവം, ഇറാന് വിജയം. ഇതാണ് തങ്ങളുടെ വിപ്ലവകരമായിരിക്കുന്ന മുദ്രാവാക്യം. പിടിച്ചെടുത്ത കപ്പലുകൾ IRGCയുടെ കയ്യിലാണ് എന്ന് സ്ഥിരീകരിച്ചതിൽ നന്ദിയുണ്ട് എന്നും അതിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗത്ത് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം കപ്പൽ പിടിച്ചെടുത്തു, 2 കപ്പൽ പിടിച്ചെടുത്തു, 3 കപ്പൽ നേരെ ആക്രമിച്ചു, ഒരു കപ്പലിനെ UAE ഒരു കപ്പലിനെ വെറുതെ വിട്ടു. അതിന് എന്തെങ്കിലും ഡീലിംഗ് നടന്നിട്ടുണ്ട് എന്ന് ചില സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഡീലിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഖത്തറുമായിട്ട് ഇറാൻ ഇതേപോലെ തന്നെ പല ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഖത്തറിൻ്റെ കപ്പലിനെ ആക്രമിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഔദ്യോഗിക റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ച റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് തങ്ങളുടെ കപ്പലിൽ ആക്രമിക്കാൻ പാടില്ലെന്നും ആ മേഖലയുടെ സ്വതന്ത്രമായ രീതിയിൽ പുറത്തോട്ട് വിടാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഗവൺമെൻറ് ഔദ്യോഗികപരമായ രീതിയിൽ ഇറാനോട് ആവശ്യപ്പെട്ടു. ഇറാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പരമാവധി വസ്തുക്കൾക്കൊക്കെ വലിയ തീവില എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ഭക്ഷ്യസാധനങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും മറ്റ് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണെങ്കിലും സർവ്വ മേഖലയിലും ഇപ്പോൾ വലിയ രീതിയിൽ വില കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഇങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹോർമുസ് എന്ന് പറയുന്ന കടൽപാത അത് ഒരു പെട്രോളിയം അല്ലെങ്കിൽ ഇവരുടെ എണ്ണ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു പാത മാത്രമല്ല, പകരം ഇങ്ങോട്ട് തിരിച്ച് ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടും രാജ്യത്തിന് ആവശ്യ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന പാതയും ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2 തരത്തിലേക്ക് അമേരിക്കയുടെ ഉപരോധം കാരണം കപ്പലുകൾ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തീരത്തേക്ക് വരുന്ന കപ്പൽ, ഇറാനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കപ്പൽ രണ്ടും തടയപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്രോളിയം വഹിച്ചുള്ള കപ്പലുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഭക്ഷ്യവസ്തുക്കളോ അതല്ലെങ്കിൽ ആവശ്യ വസ്തുക്കളോ വഹിച്ചുള്ള കപ്പൽ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നില്ല, രണ്ടും തടയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ആവശ്യ സാധനങ്ങൾ കിട്ടാതെ വരുന്നു, ഉള്ളതിൻ്റെ വില വർദ്ധിക്കുന്നു, പൂഴ്ത്തിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ അത് നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എല്ലാവരെയും ബാധിച്ചു കഴിഞ്ഞു. ഇനി അത് കഠിനമായി ബാധിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകത്തോടത്തോളം കാലം അവരുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. പാകിസ്ഥാനുമായിട്ട് 100% തങ്ങൾ വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഔദ്യോഗികപരമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനും ഒരു പക്ഷമുണ്ട് എന്നുള്ളതാണ്. ഒമാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് ഇറാന് താല്പര്യം. പക്ഷേ ഏതോ കാരണത്താൽ അമേരിക്ക ഒമാനെ മാറ്റിയിട്ട് അതിൽ പാകിസ്ഥാനെ ചേർത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ സ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അരക്ഷിതാവസ്ഥയിലൂടെ നീങ്ങുകയാണ്. ആരാണ് കേമന്മാർ എന്ന തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നത് ലെബനാനുമായിട്ടുള്ള വെടിനിർത്തൽ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചു. 2 മാസത്തേക്ക് കൂടി നീട്ടാൻ വേണ്ടിയിട്ട് കരാറായിട്ടുണ്ട്. 3 മാസത്തേക്കാണ്.
2+1 ആണ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നീട്ടാൻ വേണ്ടി കരാർ അയക്കുന്നത് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലെബനാനെ പോലുള്ള ഒരു രാജ്യമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി അത് പാലിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുന്നത്. പാലിക്കാമെന്ന് പറയാനല്ല, അവർ പാലിക്കില്ല. കാരണം ഇതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ലെബനാന് നേരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി 6 പേർ കൊല്ലപ്പെട്ട വിവരപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഇസ്രായേൽ ആ കരാർ പുതുക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ മാനസികപരമായ രീതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആയുധ മേഖലയിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അവർ ശേഖരിക്കപ്പെട്ടയും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാനുമായിട്ട്. വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇൻ്റലിജൻസും മൊസാദ് വിഭാഗം റിപ്പോർട്ട് ചെയ്ത് വളരെ എളുപ്പം സിമ്പിളായ രീതിയിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത്. അഥവാ ലെബനാനെ പോലെ എന്നൊക്കെയാണ് പറഞ്ഞത്. ലെബനാനിൽ ആദ്യം അവർ ചെയ്ത കാര്യം എന്താ, എല്ലാ രാജ്യത്തും കൂടുതലും ചെയ്യാറുള്ളത് നേതൃത്വ നിരയെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഗസയിൽ പരമാവധി ഹമാസിൻ്റെ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ഏതോ തരത്തിൽ അപകടത്തിലോ അല്ലാത്ത രീതിയിലൊക്കെ കൊന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ ലെബനാനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പാണ് അവർ സജീവമായ രീതിയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന വിഭാഗം. അവരുടെ നേതൃത്വ നിരയെ തന്നെ ഇല്ലാതാക്കി. അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിട്ടാണ് അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ അവിടെ ഹസൻ നസ്രുള്ള അതിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം 20ഓളം കമാൻഡർമാർ കൊല്ലപ്പെട്ടു. അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് അവർ വിശ്വസിച്ചു. അതാണ് അതിൻ്റെ റൂട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പിന്നെ അതിന് മുൻപായിട്ട് അവിടെ ചെയ്തിരിക്കുന്നത് പേജർ ആക്രമണം നടത്തി. അതിൽ തന്നെ ഒരു 10-30ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 2000ഓളം ആളുകൾ പരിക്കേറ്റു. പേജർ ചുമ്മാ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയാണ്. അപ്പോൾ മൊബൈൽ പോലെ യൂസ് ചെയ്യുന്നതാണ് ഈ പേജർ എന്ന് പറയുന്നത്. അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. അതൊരു ചതിയായിരുന്നു. അവർ ഇസ്രായേലിൻ്റെ ഇസ്രായേലാണ് നിർമ്മിച്ചത്. പക്ഷേ അതിൻ്റെ മീഡിയം വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേര് ജപ്പാനോ തായ്വാനോ ഒക്കെ എഴുതിയിട്ടാണ് പുറത്തിറക്കുക. അതുകൊണ്ട് മാത്രമേ വിപണിയിൽ വിൽപ്പന നടത്താൻ വേണ്ടി പറ്റൂ. അപ്പോൾ നിർമ്മാണം ഒരു ഭാഗത്തുനിന്ന് വിതരണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീഡിയം മാറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റൊരു രാജ്യത്തിൻ്റെ പേരെടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാറും. അതിൻ്റെ അകത്ത് അപകടകരമായിരിക്കുന്ന ചിപ്പ് വെക്കുന്നു. അത് കൺട്രോൾ വെച്ചുകൊണ്ട്, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടോ മറ്റോ അത് പൊട്ടുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടവരൊക്കെ നമ്മൾ വായിച്ചതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ രാജ്യം അരക്ഷിതാവസ്ഥയിലായി. രാജ്യം വല്ലാതെ ഭയപ്പെട്ടു പോയി. തങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ, അപ്പോൾ ഫ്രിഡ്ജ് ആണെങ്കിലും AC ആണെങ്കിലും വാച്ച് ആണെങ്കിലും അതിൻ്റെ പരമാവധി മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഇലക്ട്രോണിക്കായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ ഇല്ലാത്തവർ, പേജർ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമാണ് ലെബനാനും അതോടൊപ്പം തന്നെ ഇറാനും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകാമെന്ന് പറയുന്ന സമയത്ത് വലിയ വിഷയം ഉണ്ടാവുമല്ലോ. സ്വയം തന്നെ വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വല്ലാത്ത രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാക്കിയ സമയത്ത് പിന്നീട് ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, അവിടെ പറന്നെത്തിയിട്ട് ഈ ഹിസ്ബുള്ള വിഭാഗം പ്രത്യേകമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എങ്ങനെ അവർക്ക് ചോർന്ന് കിട്ടുന്നു, അവിടെ ബോംബിടുന്നു. അങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത്. അപ്പം നേതൃത്വ നിരയെ ഇല്ലാതാക്കുക. ഇനി രണ്ടാമത്തെ നമ്മൾ ഇറാനിലേക്ക് പോകുന്ന സമയത്ത് ഇറാനിൽ നടന്ന സംഭവം തന്നെയാണ്. നേതൃത്വ നിരകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന അവിടെ സുപ്രീം ലീഡറും ആത്മീയ നേതാവിനെയും കൊലപ്പെടുത്തുന്നു. ആ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് ഏകദേശം 40ഓളം തന്ത്രപ്രധാന അല്ലെങ്കിൽ പ്രമുഖരായിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അത്രയും കഠിനമായിരിക്കുന്ന ഒരു നേതൃത്വ സംവിധാനം ഇല്ലാതാക്കാനുള്ള ശ്രമം അവർ നടത്തി. അപ്പോൾ ഇപ്പോഴത്തെ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ നേതൃത്വം എന്ന് പറയുന്ന സമയത്ത് പക്വതയുള്ള ആളുകളും പ്രായമുള്ള ആളുകളാണ്. അവർ മിതത്വത്തോടു കൂടിയാണ് യോജിപ്പുണ്ടാകുക. യുദ്ധം ചെയ്ത് കഠിനമായിരിക്കുന്ന വിഷയം ഉണ്ടാക്കുന്നതിന് അപ്പുറമായ രീതിയിൽ സമാധാനമായ അന്തരീക്ഷത്തിലൂടെ രാജ്യം നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമാണ് കൂടുതലുണ്ട്. ആ നിര അങ്ങോട്ട് ഇല്ലാതാക്കിയ സമയത്ത് പിന്നെ യുവാക്കളടങ്ങുന്ന വിഭാഗമാണ് ഈ നേതൃത്വ നിരയിലേക്ക് കയറുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച മനോഭാവം തന്നെ ഉണ്ടാവില്ല. അവർ തീവ്ര ചിന്താഗതിക്കാരാണ്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല. അതല്ലാതെ അമേരിക്കയെ പോലുള്ളൊരു രാജ്യം മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇറാനെ പോലെയുള്ള ഒരു 3ാം ലോക രാജ്യത്ത് അല്ലെ ശത്രു രാജ്യത്ത്, അവരുടെ ഭാഷ പറഞ്ഞ ശത്രു രാജ്യമാണല്ലോ. അങ്ങനെ ഒരു സംഭവം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പല ഘട്ടങ്ങളും ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊരു സമയം തരണമെന്ന് അറേബ്യൻ രാജ്യങ്ങൾ 10ലധികം തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ യുദ്ധം ഒഴിവാക്കണം. ബസറ വീണു ബാഗ്ദാദിലേക്ക് യുദ്ധത്തിൻ്റെ കാർമേഘം ഉണ്ടായ സമയത്ത് നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ വകവെച്ച് തരാം. സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വകവെച്ച് തരാം അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങൾ, യുദ്ധം ഒഴിവാക്കണം. അതൊരു സംസ്കാരത്തിൻ്റെ മേഖലയാണ് ബാഗ്ദാദ് എന്ന് പറയുന്നത്. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്ന, മാനവിക സംസ്കാരം, മുസ്ലിം സംസ്കാരം, അറേബ്യൻ സംസ്കാരം, ഇതൊക്കെ നിലനിന്ന ഒരു ദേശമാണ് ബാഗ്ദാദ് എന്ന് പറയുന്നത്. അതിന് നേരെ നിങ്ങളായിരിക്കുന്ന സയനിസ്റ്റുകൾ വെടിവെക്കുന്ന സമയത്ത് ഞങ്ങളുടെ നെഞ്ചിൽ കൊള്ളുന്നതിന് ഫലമാണ്. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ജൂനിയർ ജോർജ് ബുഷ് അന്ന് ഭരിക്കുന്നത് ഒരു തരത്തിലും സംബന്ധിച്ചിട്ടില്ല.
അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യം കഠിനമായിരിക്കുന്ന നിലപാടുകളും തീരുമാനവും എടുത്തുകൊണ്ട് ഏത് ക്രൂരമായിരിക്കുന്ന യുദ്ധത്തിനും തയ്യാറായിരിക്കുന്ന ഒരു രാജ്യം ഇറാനെ പോലുള്ള ശത്രു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുക വെടിനിർത്തൽ ചർച്ച നടത്താൻ വേണ്ടി. ഇതൊക്കെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ മിതവാദികളും തീവ്രവാദികളുമില്ല, ഇവിടെയുള്ളത് വിപ്ലവകാരികളാണ് എന്ന്.